ഗുഡ് ഈവനിങ് ഓൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഴ്സിംഗ് മത്സര പരീക്ഷകളായിട്ടുള്ള എയിംസ്, നോർസെറ്റ്, റെയിൽവേ, ജിപ്മർ, നിംഹാൻസ്, ശ്രീചിത്ര പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് മത്സര പരീക്ഷകളിൽ മാസം 1,00,000 രൂപയിലധികം സാലറി വാങ്ങിക്കൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് നഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകൾക്ക് മാത്രമായി അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ടോപ്പിക് ഡിസ്കഷനും അതുപോലെ തന്നെ അതിന്റെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കഷനുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളും അതുപോലെ നോൺ നേഴ്സിംഗ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ആയിട്ട് ഒരു എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ടാർഗറ്റ് എയിംസ് നോർസെറ്റ് ബൈ നേഷണൽ സക്സസ് മാജിക് കരിയർ പോയിന്റ് എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. സോ അതിന്റെ ആദ്യ ഒഫീഷ്യൽ ടോപ്പിക് ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാമ്പിൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കഷനുകളും മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനുകളും അതുപോലെ തന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതുപോലെ എൻക്ലക്സ് ആർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതുപോലെ എയിംസ് നോർസെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ, അതുപോലെ നോൺ നേഴ്സിംഗ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ എല്ലാം ഈ ഒരു ചാനലിലൂടെ ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സോ ഞങ്ങളൊരു ടാഗ് ലൈൻ തന്നെ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഇനി നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാം പരീക്ഷകളിൽ ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് ധാരാളം മലയാളി നഴ്സുമാർ ഉണ്ടാകുമെന്നുള്ളത്, അത് ഞങ്ങൾ അടുത്ത എക്സാം മുതൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ആ ടാഗ് ലൈൻ ഞങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കും. സോ നിങ്ങൾ എല്ലാവരും കേന്ദ്ര ഗവൺമെന്റ് എക്സാമിൽ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈവൻ കേരള PSC സ്റ്റാഫ് നേഴ്സ്, അതുപോലെ നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള കേരള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിലെ ടോപ്പിക് ഡിസ്കഷൻ എല്ലാം നിങ്ങളുടെ കേരള PSC എക്സാമുകൾക്ക് എല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള ടോപ്പിക് ഡിസ്കഷന്റെ ക്ലാസ്സുകളൊക്കെ തന്നെ ആയിരിക്കും. സോ ഇതിൽ ആദ്യത്തെ സീരീസ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ദാറ്റ് ഈസ് എയിംസ് നോർസെറ്റിന്റെ പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ആ ചോദ്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ ആ ചോദ്യം വന്ന ടോപ്പിക് എന്താണെന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കും. ദെൻ അത് ബേസിസിലുള്ള മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയും ഉള്ളതുമായിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ ഷുവർ ഷോർട്ട് PYQ സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. സോ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, സോ നിങ്ങളൊരു നേഴ്സിംഗ് മത്സര പരീക്ഷ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുഴുവൻ നമ്മുടെ കുട്ടികളും ഉറപ്പായിട്ട് ടാർഗറ്റ് എയിംസ് നോർസെറ്റ് ബൈ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് എന്ന ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിലെ ടോപ്പിക് ഡിസ്കഷന്റെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം വളരെയധികം പ്രയോജനപ്പെടുത്തുക. പറഞ്ഞ പോലെ JPHN ആയിക്കോട്ടെ, സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ, നഴ്സിംഗ് ട്യൂട്ടർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ടോപ്പിക് ഡിസ്കഷനുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ തന്നെയായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുക. സോ എല്ലാവരും ഈ ചാനലും കൂടി ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ കേന്ദ്ര നഴ്സിംഗ് ഓഫീസർ എക്സാം തയ്യാറെടുക്കുന്ന ഫ്രണ്ട്സിനോട് ഉറപ്പായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താൻ പറയാം കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിലെ ആദ്യ ഷുവർ ഷോർട്ട് PYQന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 എയിംസ് നോർസെറ്റ് എക്സാമിനും അതുപോലെ കഴിഞ്ഞ മാസം നടന്ന ബീഹാർ സ്റ്റാഫ് സെലക്ഷന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യവുമാണ്. ഹോളിഡേ സെഗാർ ഫോർമുല വെച്ചുള്ള ഫ്ലൂയിഡ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ. സോ 2 എയിംസ് നോർസെറ്റ് ഓൾറെഡി ചോദിച്ചതാണ്. അപ്പൊ ഈ ചോദ്യവും ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡ് റിക്വയർമെന്റും കാലറി റിക്വയർമെന്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്, പെർ അവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, പെർ ഡേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, പിന്നെ നമ്മളൊരു 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു എക്സാമിന്റെ ചോദ്യവും വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വാട്ട് ഈസ് ദ ടോട്ടൽ ഡെയിലി മെയിൻ്റനൻസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഓഫ് എ ചൈൽഡ് weighing 15 kilogram using the holiday segar formula? ഇത് എയിംസ് നോർസെറ്റിന് 2 എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ BTSC ബീഹാർ ടെക്നിക്കൽ സ്റ്റാഫ് സെലക്ഷന്റെ എക്സാമിന് സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ക്വസ്റ്റ്യന് ഡിസംബർ മാസമാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഈ ഹോളിഡേ സെഗാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഫോർമുല ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് എന്താണ് ഹോളിഡേ സെഗാർ ഫോർമുല എന്നും അതിന് പെർ അവർ ഫ്ലൂയിഡ് റിക്വയർമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അതിൽ പെർ ഡേ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അതുപോലെ കാലറി റിക്വയർമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കും. ദെൻ അതിനുശേഷം 10 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചോദ്യം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. എന്താണ് ഹോളിഡേ സെഗാർ ഫോർമുല അല്ലെങ്കിൽ 4-2-1 റൂൾ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ
സോ ഈ ഹോളിഡേ സെഗാർ ഫോർമുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4-2-1 റൂൾ എന്ന് പറയുന്നത് കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ച് ഓരോ മണിക്കൂറിലും എത്ര ഫ്ലൂയിഡ് ആണ് അവർക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര ഫ്ലൂയിഡ് ആണ് അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് കണക്കാക്കുന്ന ഒരു ഫോർമുലയാണ് ഹോളിഡേ സെഗാർ ഫോർമുല അല്ലെങ്കിൽ 4-2-1 റൂൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് വെച്ചിട്ടാണ് ശരിക്കും ഇത് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ നോർമലി നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനായിട്ടെല്ലാം എനർജി ആവശ്യമാണ് അല്ലെ. സോ എനർജി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എനർജി യൂസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഈ മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്നതനുസരിച്ച് നമുക്ക് എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലെ, എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന് ആനുപാതികമായിട്ട് എത്ര വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഉണ്ട് എന്നാണ് നമ്മൾ ഈ ഹോളിഡേ സെഗാർ ഫോർമുല അല്ലെങ്കിൽ 4-2-1 റൂൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് എത്ര ഫ്ലൂയിഡ് ആണ് കുട്ടികൾക്ക് വേണ്ടത്, ഓരോ മണിക്കൂറിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര ഫ്ലൂയിഡ് വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, നമ്മുടെ മെറ്റബോളിക് റേറ്റ് അനുസരിച്ചിട്ടാണ് അല്ലെ, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനായിട്ട് എനർജി ആവശ്യമാണ്. സോ എനർജി യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആനുപാതികമായിട്ട് ഫ്ലൂയിഡ് ആവശ്യമാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഹോളിഡേ സെഗാർ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4-2-1 റൂൾ എന്ന് പറയുന്നത്. ഈ ഹോളിഡേ സെഗാർ ഫോർമുല തന്നെ രണ്ട് രീതിയിലുണ്ട്. ഓരോ മണിക്കൂറിലെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ 4-2-1 റൂൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ദിവസത്തെയാണ് കണ്ടുപിടിക്കുന്നത്, പെർ ഡേ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് 4-2-1 റൂൾ അല്ല, 100-50-20 റൂളാണ്. 100-50-20 റൂളാണ്. ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എനർജി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കാലറി എക്സ്പെൻഡിച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കണക്കാക്കുന്നത് പറഞ്ഞാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അസ്യൂം ചെയ്യുന്നത് 100 ml ഓഫ് വാട്ടർ ഈസ് നീഡഡ് പെർ 100 ml 100 കിലോ കാലറി എനർജി എക്സ്പെൻഡിച്ചർ ആണ്. 100 കിലോ കാലറി എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലറി എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ 3 ml 100 കിലോ കാലറി എനർജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 ml ഫ്ലൂയിഡ് ആവശ്യമാണെന്നാണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ 1 കിലോ കാലറി എനർജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ml ഫ്ലൂയിഡ് ആവശ്യമുണ്ടെന്നാണ് നമ്മുടെ ശരീരത്തിൽ. കിട്ടിയോ? അപ്പോൾ ഹോളിഡേ സെഗാർ ഫോർമുലയുടെ പർപ്പസുകൾ എന്ന് പറയുന്നത് വെയിറ്റ് ബേസ്ഡ് മെത്തേഡ് ആണ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡെയിലി മെയിൻ്റനൻസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് അല്ലെങ്കിൽ പെർ അവർ ഡെയിലി അല്ലെങ്കിൽ പെർ അവർ ഫ്ലൂയിഡ് റിക്വയർമെന്റ്സ് ഇൻ ചിൽഡ്രൻ. അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് കാലറി റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഈ ഹോളിഡേ സെഗാർ ഫോർമുല ഞാൻ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിൽ അബ്നോർമൽ സാഹചര്യം, ബേൺസ് പോലുള്ള സിവിയർ ഫ്ലൂയിഡ് ലോസ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതുപോലെ സിവിയർ ഷോക്കില്, അതുപോലെ ഡീഹൈഡ്രേഷനില്, ഇതിലൊന്നും നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ പുതിയതായിട്ട് ജനിക്കുന്ന കുട്ടികൾ ആദ്യത്തെ ഒരു 2 ആഴ്ച അവർക്ക് വളരെ വാട്ടറിന്റെ അളവ് കുറവാണ്. സോ അപ്പോൾ അവരിലും ഇത് ആപ്ലിക്കബിൾ അല്ല, ഈ ഹോളിഡേ സെഗാർ ഫോർമുല ആപ്ലിക്കബിൾ അല്ല. ക്ലിയർ? ഇതുകൂടി ഒന്ന് മനസ്സിലാക്കുക. നോർമൽ കുട്ടികളാണ് അവർക്ക് ഈ അബ്നോർമൽ സാഹചര്യങ്ങളൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹോളിഡേ സെഗാർ ഫോർമുല ഉപയോഗിച്ച് ഒരു മണിക്കൂറിൽ നമ്മൾ എത്ര ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 4-2-1 റൂൾ എന്ന് പറയുന്നത്. 4-2-1 റൂൾ. കിട്ടിയോ? സോ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. കുട്ടിയുടെ വെയിറ്റ് 10 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ, കുട്ടിയുടെ വെയിറ്റ് ലെസ് ദാൻ 10 കിലോഗ്രാം ആണെങ്കിൽ, 10 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ കുട്ടിയുടെ ഓരോ കിലോഗ്രാം വെയിറ്റിനും 4 ml പെർ അവർ എന്ന കണക്കിലാണ് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടത്. 10 കിലോഗ്രാം 1 to 10 കിലോഗ്രാം ആണെങ്കിൽ, 10 കിലോഗ്രാം വരെയാണ് കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ ഓരോ കിലോഗ്രാമിനും 4 ml വെച്ചിട്ടായിരിക്കും ഓരോ മണിക്കൂറിനും ഫ്ലൂയിഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആവശ്യമായിട്ടുള്ളത്. 4 ml പെർ കിലോഗ്രാം പെർ അവർ. അപ്പൊ 4 ml ടോട്ടൽ ഇപ്പോൾ ഒരു 5 കിലോഗ്രാം ആണെങ്കിൽ 4 ml into 5 കിലോഗ്രാം എടുക്കണം പെർ അവർ. അത്രയും ഫ്ലൂയിഡ് ആണ് വേണ്ടത്. ഇനി ഒരു 8 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ 8 ഗുണം 4 ml, ഓരോ കിലോഗ്രാമിനും 4 ml വെച്ച്, അപ്പൊ 8 ഗുണം 4 ml എടുത്താൽ ഒരു മണിക്കൂറിൽ കൊടുക്കേണ്ട ഫ്ലൂയിഡ് കിട്ടും. ഇനി കുട്ടിയുടെ വെയിറ്റ് 10 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ, അതായത് 10 കിലോഗ്രാമിനും 20 കിലോഗ്രാമിനും ഇടയ്ക്കാണെങ്കിൽ, 10 കിലോഗ്രാമിനും 20 കിലോഗ്രാമിനും ഇടയിലാണ് കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ, ആദ്യത്തെ 10 കിലോഗ്രാം അല്ല, കുട്ടിയുടെ കിലോഗ്രാം ഒരു 15 കിലോഗ്രാം ആണെന്ന് കരുതുക. കുട്ടിയുടെ ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിന് 4 ml വെച്ചിട്ട് നമ്മൾ എത്ര എടുക്കും? 40 ml എടുക്കണം.
കുട്ടിയുടെ ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിന് 4 ml വെച്ചിട്ട് 10 ഗുണം 4 40 ml നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് 10 കിലോഗ്രാമിന് ശേഷം എത്ര കിലോഗ്രാം ആണോ ആ കുട്ടിയുടെ വെയിറ്റ്, ആ ഓരോ കിലോഗ്രാമിനും 10 കിലോയ്ക്ക് ശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 2 ml വെച്ചിട്ട് കൊടുക്കണം. കണ്ടോ, 2 ml per kilogram for every kilogram more than 10 kilogram. ആദ്യത്തെ 10 കിലോഗ്രാമിന് ശേഷം അതിനുശേഷമുള്ള ഓരോ കിലോഗ്രാമിനും നേരത്തെ 4 ml വെച്ച് കൊടുത്തെങ്കിൽ പിന്നെ ഉള്ള ഓരോ കിലോഗ്രാമിന് 2 ml വെച്ച് കൊടുത്താൽ മതി. അപ്പോ ഒരു 15 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിയാണെന്ന് കരുതുക. 15 കിലോഗ്രാം. ആദ്യത്തെ 10 കിലോഗ്രാമിന് നമ്മൾ എത്ര വെച്ച് കൊടുക്കണം? 4 ml വെച്ചിട്ട് 10 കിലോഗ്രാമിന് 40 ml കൊടുക്കണം. ക്ലിയർ? അതിനുശേഷം കുട്ടിക്ക് 10 കിലോഗ്രാമിന് ശേഷം ബാക്കിയുള്ളത് 5 കിലോഗ്രാം ആണ്. ഇപ്പോൾ അതിനുശേഷമുള്ള 5 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിന് എത്ര വെച്ച് കൊടുക്കണം? ഓരോ കിലോഗ്രാമിനും 2 ml വെച്ചിട്ടാണ് കൊടുക്കുക. 2 ml വെച്ചിട്ട് ബാക്കിയുള്ളത് 5 കിലോഗ്രാം ആണ്. 2 ഗുണം 5 10 ml ആണ് കൊടുക്കേണ്ടത്. അപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, 15 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അവരിൽ എത്ര കൊടുക്കണം? ആദ്യത്തെ 10 കിലോഗ്രാമിന് 40 ml കൊടുക്കണം. അതിനുശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 2 ml വെച്ചിട്ട് 5 കിലോഗ്രാമിന് 5 ഗുണം 2 10 ml കൊടുക്കണം. അപ്പോ ടോട്ടൽ 15 കിലോഗ്രാമിന് 40 പ്ലസ് 10 ml, ദാറ്റ് ഈസ് 50 ml പെർ അവർ കൊടുക്കണം. കിട്ടിയോ? അപ്പൊ 10 കിലോഗ്രാമിന് 20 കിലോഗ്രാമിന് ഇടയിലാണ് കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ ആദ്യത്തെ 10 കിലോഗ്രാമിന് 4 ml വെച്ച് കൊടുക്കണം ഓരോ മണിക്കൂറും. അതിനുശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 2 ml വെച്ച് കൊടുക്കണം. ഇനി അടുത്ത മോർ ദാൻ 20 കിലോഗ്രാം ആണെങ്കിൽ, 20 കിലോയിലും കൂടുതലാണെങ്കിൽ, 20 കിലോയിലും കൂടുതലാണെങ്കിൽ ആദ്യത്തെ 10 കിലോഗ്രാമിന് 4 ml വെച്ചിട്ട് ഓരോ കിലോഗ്രാമിന് 4 ml വെച്ചിട്ട് 40 ml എടുക്കണം. അതിനുശേഷമുള്ള 10 കിലോഗ്രാം, അപ്പൊ 20 കിലോഗ്രാം ആവോ അല്ലെ? അടുത്തതിന് ശേഷമുള്ള 10 കിലോഗ്രാം കൂടെ കൂട്ടുമ്പോൾ 20 കിലോഗ്രാം ആയി കുട്ടിയുടെ. ആ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 2 ml വെച്ചിട്ട് 10 20 ml എടുക്കണം. അപ്പൊ നമുക്ക് 20 കിലോഗ്രാം വരെയുള്ളതിന്റെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഓരോ മണിക്കൂറിലും കിട്ടി. ഇനി ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കണം. 20 കിലോഗ്രാമിൽ കൂടുതലുള്ള ഓരോ കിലോഗ്രാമിനും 1 ml പെർ അവർ വെച്ച് എടുക്കണം. ഇപ്പൊ ഒരു 25 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിയാണെന്ന് കരുതുക. അപ്പൊ ആദ്യത്തെ 10 40 ml, അടുത്ത 10 20 കിലോഗ്രാം വരെ, അടുത്തത് 20 ml പ്ലസ് 25 കിലോ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് 5 കിലോഗ്രാം ആണ് അല്ലെ? ആ 20 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 1 ml വെച്ചിട്ട് കൊടുക്കണം. 1 ml ഇൻറ്റു 5 കിലോഗ്രാം, അപ്പൊ 5 ml കൂടി കൊടുക്കണം. അപ്പൊ ടോട്ടൽ 40 പ്ലസ് 20 60, 60 പ്ലസ് 5 65 ml കൊടുക്കേണ്ടി വരും. 65 ml പെർ അവർ കൊടുക്കണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, 20 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ ആദ്യത്തെ 10 കിലോഗ്രാമിന്റെ 40 പ്ലസ് അടുത്ത 10 കിലോഗ്രാമിന്റെ 2 ml വെച്ചിട്ട് 20. ആ 40 പ്ലസ് 20 ആണ് ഈ 60 ml എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ 20 കിലോഗ്രാമിന്റെ 60 ml ആണ് ആ എഴുതിയിരിക്കുന്നത്. പ്ലസ് ഈ 20 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 1 ml വെച്ച് കൊടുക്കണം. ഓക്കെ അല്ലേ? നമുക്കൊരു 3 ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് വർക്കൗട്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയാം, കുട്ടിയുടെ വെയിറ്റ് ഒരു 7 കിലോഗ്രാം ആണ്. 7 കിലോഗ്രാം ആണ്. 7 കിലോഗ്രാം ആണ് കുട്ടിയുടെ വെയിറ്റ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഫ്ലൂയിഡ് റിക്വയർമെന്റ് ആണ് ആ കുട്ടിക്ക് ആവശ്യമുള്ളത്? കുട്ടിക്ക് എത്ര ഫ്ലൂയിഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? എത്ര കൊടുക്കണം? 7 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാമിൽ താഴെയാണ് അല്ലെ? 10 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ 10 കിലോഗ്രാം വരെ ഓരോ കിലോഗ്രാമിനും 4 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ 7 കിലോയാണ് കുട്ടിയുടെ വെയിറ്റ്. സോ 10ൽ താഴെയാണ്, ഓരോ കിലോയ്ക്ക് 4 ml വെച്ച് കൊടുക്കണം. സോ 7 ഗുണം 4, ദാറ്റ് ഈസ് 28 ml പെർ അവർ കൊടുക്കണം. കിട്ടിയോ? ആദ്യത്തെ 10 കിലോഗ്രാമിനകത്താണ് 7 കിലോഗ്രാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കിലോഗ്രാമിനും 4 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് പെർ അവർ. സോ 4 ഗുണം 7, 4 28 ml പെർ കിലോഗ്രാം എന്ന്, സോറി ml പെർ അവർ എന്ന് കിട്ടും. കിട്ടിയോ? ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അടുത്തത്, കുട്ടിയുടെ വെയിറ്റ് ഒരു 18 കിലോഗ്രാം ആണ്. കുട്ടിയുടെ വെയിറ്റ് 18 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഫ്ലൂയിഡ് ആണ് കുട്ടിക്ക് കൊടുക്കേണ്ടി വരിക? എത്രയായിരിക്കും? ആദ്യത്തെ 10 കിലോഗ്രാമിന് 10 ഗുണം 4 വെച്ച് കൊടുക്കണം. ദാറ്റ് ഈസ് 40 ml. ഇനി 10 കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര കിലോഗ്രാം ഉണ്ട്?
8 കിലോഗ്രാം ആണ്. 8 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാമിനും നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്? 2 ml വെച്ചിട്ടാണ്. സോ ബാക്കി 18 10 പോയി കഴിഞ്ഞാൽ ബാക്കി 8 കിലോഗ്രാം ഉണ്ട്. സോ 8 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 2 ml വെച്ചിട്ട് 8 കിലോഗ്രാമിന് 16 ml കൊടുക്കണം. ഇപ്പോ 18 കിലോഗ്രാമിന് 40 + 16 ദാറ്റ് ഈസ് 56 ml per hour കൊടുക്കും. 56 ml per hour കൊടുക്കണം. കിട്ടിയോ? ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടിയുടെ വെയിറ്റ് ഒരു 35 ആണ്. 35 കിലോഗ്രാം ആണ്. 35 കിലോഗ്രാം എന്ന് പറയുന്നത് 20 കിലോഗ്രാമിൽ കൂടുതലുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അല്ലെ? സോ നിങ്ങൾക്കറിയാം ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 4 ml വെച്ചിട്ട് 40 ml എന്ന് കൊടുക്കാം. 40 ml. അടുത്ത 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാം 2 ml വെച്ചിട്ട് 20 ml കൊടുക്കാം അല്ല. അപ്പൊ 40 20 60 ml ആയി കഴിഞ്ഞു. ഈ 60 ml ആയി. ഇനി നമുക്ക് വേണ്ടത് 20ന് ശേഷം എത്ര കിലോഗ്രാം ഉണ്ട് എന്നാണ്. സോ 20ന് ശേഷം 35ല് 15 കിലോഗ്രാം കൂടി ബാക്കിയുണ്ട് അല്ലെ? 15. സോ നമുക്കറിയാം 20 കിലോഗ്രാമിൽ കൂടുതലുള്ള എത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിലും ഓരോ കിലോഗ്രാമിന് 1 ml വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടത്. സോ 15 ഗുണം 15 കിലോയാണ് കൂടുതലായിട്ടുള്ളത്. സോ ഓരോ കിലോഗ്രാമിനും 1 ml വെച്ചിട്ട് 15 ഗുണം 1 15 ml കൊടുക്കണം. ഇപ്പൊ ടോട്ടൽ എങ്ങനെ എടുക്കാം? ആദ്യത്തെ 10 40, അടുത്ത 10 20, ബാക്കിയുള്ള 15 കിലോക്കും കൂടി 1 ml per hour. സോ 15 ml കിട്ടും. സോ 40 20 60, 60 + 15 ദാറ്റ് ഈസ് 75 ml per hour എന്ന് കിട്ടും. 75 ml per hour എന്ന് കിട്ടും. 3 സിനാരിയും കിട്ടിയോ? 10ൽ താഴെയാണെങ്കിൽ, 10ന് 20ന് ഇടയിലാണെങ്കിൽ, 20 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ. 3 സിനാരിയും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? പെർ അവർ കണ്ടുപിടിക്കാൻ ക്ലിയർ ആയിട്ട് മനസ്സിലായോ എല്ലാവർക്കും? യെസ്. ഇനി നമുക്ക് അടുത്ത ഇത് പെർ അവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 4-2-1 റൂൾ. ഇനി ഫ്ലൂയിഡ് റിക്വയർമെന്റ് പെർ കിലോഗ്രാം പെർ ഡേ. ഒരു ദിവസം എത്ര ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഉണ്ട്, എത്ര ഫ്ലൂയിഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 100-50-20 റൂൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പെർ അവർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓൾമോസ്റ്റ് വേല കിട്ടുന്നുണ്ട്. സോ നമ്മൾ നോർമലി നമ്മൾ പറയുന്നത് 100-50-20 റൂൾ ആണ്. അത് വെച്ചിട്ട് തന്നെ എടുക്കുന്നതാണ്. 100-50-20 റൂൾ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 10 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ നമ്മൾ പെർ അവർ 4 ml പെർ കിലോഗ്രാം പെർ അവർ ആണ് കൊടുക്കുക. ഓരോ കിലോഗ്രാമിനും 4 ml വെച്ചിട്ടാണ് കൊടുക്കുക. സോ ഇവിടെ 100 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ ഒറ്റയടിക്ക് പഠിച്ചു വെക്കാം 100 ml പെർ കിലോഗ്രാം പെർ ഡേ ആണ് കൊടുക്കുക. ഒരു ദിവസമാണെങ്കിൽ പെർ ഡേ ആണ്, പെർ അവർ അല്ല. പെർ ഡേ ആണെങ്കിൽ 100-50-20 റൂൾ ആണ്. മറ്റേ 4-2-1 റൂൾ ആയിരുന്നു. അപ്പൊ 4 ml ആണ്. ഇവിടെ 100-50-20 റൂൾ ആകുമ്പോൾ 100 ml ആണ് പെർ ഡേ കുടിക്കേണ്ടത്. ഇപ്പൊ 10 കിലോഗ്രാമിൽ താഴെയാണ് കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ 100 ml പെർ കിലോഗ്രാം. ഓരോ കിലോഗ്രാമിനും 100 ml വെച്ചിട്ട് കൊടുക്കണം ഒരു ദിവസം. അപ്പൊ കുട്ടിയുടെ വെയിറ്റ് ഒരു 3 കിലോഗ്രാം ആണെന്ന് കരുതി. എത്ര കൊടുക്കണം? ഓരോ കിലോഗ്രാമിന് 100 ml വെച്ചിട്ട് 100 ഗുണം 3 300 ml പെർ ഡേ കൊടുക്കണം. കുട്ടിയുടെ വെയിറ്റ് ഒരു 8 കിലോഗ്രാം ആണെന്ന് കരുതുക. എത്ര കൊടുക്കേണ്ടി വരും? ഓരോ കിലോഗ്രാമിനും 100 ml വെച്ചിട്ട് 100 ഗുണം 8 800 ml കൊടുക്കേണ്ടി വരും. കിട്ടിയോ? അതാണ് 10 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ. കുട്ടിയുടെ വെയിറ്റ് 10 കിലോയ്ക്കും 20 കിലോയ്ക്കും ഇടയിലാണെങ്കിൽ 10 കിലോയ്ക്കും 20 കിലോയ്ക്കും ഇടയിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 10 കിലോയ്ക്ക് നമ്മൾ പറയും 100 ml പെർ കിലോഗ്രാം തന്നെയാണ് കൊടുക്കേണ്ടത്. ഓരോ കിലോഗ്രാം മിനും 100 ml പെർ ഡേ എന്ന അളവിൽ കൊടുക്കണം ആദ്യത്തെ 10 കിലോയ്ക്ക്. അപ്പോൾ 100 ഗുണം ആദ്യത്തെ ഒരു 10 കിലോയ്ക്ക് 100 ഗുണം 10 എത്ര കിട്ടും? 100 ഗുണം 10 1000 ml പെർ ഡേ എന്ന് കിട്ടും. ഇപ്പൊ ഒരു 10 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഒരു ദിവസം കൊടുക്കേണ്ടത് 1000 ml ഫ്ലൂയിഡ് ആണ്. 1000 ml. കാരണം 100 ഓരോ കിലോഗ്രാമിൽ 100 വെച്ചിട്ട് 10 കിലോയ്ക്ക് 10 ഗുണം 100 1000 ml പെർ കിലോഗ്രാം. 1000 ml പെർ ഡേ ആണ്, പെർ കിലോഗ്രാം അല്ല. 1000 ml പെർ ഡേ ആണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട. 10 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട. ഇനി 10 കിലോയിൽ കൂടുതൽ എത്രയുണ്ടോ, എത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ടോ അതിൽ ഓരോ കിലോഗ്രാം വെയിറ്റിനും 50 ml വെച്ച് കൊടുക്കാം. 10 കിലോയ്ക്ക് ശേഷമുള്ള ഓരോ കിലോഗ്രാം ബോഡി വെയിറ്റിനും 50 ml ഫ്ലൂയിഡ് വെച്ച് കൊടുക്കണം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 1000 ml എന്ന് പറയുന്നത് ആദ്യത്തെ 10 കിലോഗ്രാമിനുള്ള വെയിറ്റ് ആണ്. 10 ഗുണം 10 1000 ml പ്ലസ് 50 ml പെർ കിലോഗ്രാം പെർ ഡേ ഫോർ എവരി കിലോഗ്രാം മോർ ദാൻ 10. 10 കിലോഗ്രാമിന് ശേഷമുള്ള ബാക്കിയുള്ള ഓരോ കിലോഗ്രാം ബോഡി വെയിറ്റിനും
50 ml വെച്ച് ഒരു ദിവസം കൊടുക്കണം. ഇപ്പൊ ഒരു 15 കിലോഗ്രാം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? ആദ്യത്തെ 10 കിലോയ്ക്ക് 1000 ml കൊടുക്കണം. 10 ഗുണം 100 1000 ml കൊടുക്കണം. അതിനുശേഷം 5 കിലോഗ്രാം കൂടി ഉണ്ട് അല്ലെ? ആ 5 കിലോഗ്രാമിനും ഓരോ കിലോഗ്രാമിനും 50 ml എന്ന കണക്കിന് കൊടുക്കണം. 50 ml പെർ ഡേ എന്ന അളവിൽ അല്ലെ? ഇപ്പൊ 5 ഗുണം 50 250 ml പെർ കിലോയാണ് ബാക്കി വരുന്ന 5 കിലോഗ്രാമിനുള്ളത്. അപ്പൊ ആദ്യത്തെ 1000 പ്ലസ് അടുത്ത 5 കിലോഗ്രാമിനുള്ളത് 250 ml. അപ്പൊ 1250 ml ആണ് ഒരു 15 കിലോഗ്രാം ഉള്ള വെയിറ്റുള്ള കുട്ടിക്ക് കൊടുക്കേണ്ടി വരിക. കിട്ടിയോ? ഇനി ഒരു 18 കിലോഗ്രാം ആണെങ്കിലോ ആദ്യത്തെ 10 കിലോയ്ക്ക് 100 ml വെച്ചിട്ട് 1000 ml പ്ലസ് അതിനുശേഷമുള്ള 8 കിലോയ്ക്ക് 50 ഓരോ കിലോയ്ക്കും 50 ml വെച്ചിട്ട്. ഇപ്പൊ 8 ഗുണം 50 8 5 40 അല്ലെ? 8 ഗുണം ഓരോ കിലോഗ്രാം വെയിറ്റിനും 50 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. സോ 8 5 40 400 ml കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ആദ്യത്തെ 1000 പ്ലസ് 400 1400 ml കൊടുക്കേണ്ടി വരും പെർ ഡേ. ക്ലിയർ? ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, ദാറ്റ് ഈസ് മോർ ദാൻ 20 കിലോഗ്രാം ആയാൽ 20 കിലോയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പഠിച്ചു ആദ്യത്തെ 20 കിലോഗ്രാമിൽ ആദ്യത്തെ 10 കിലോഗ്രാമിന് 100 വെച്ച് 1000 ml പെർ ഡേ. അതിനുശേഷമുള്ള 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിന് 50 വെച്ചിട്ട് 500 ml കൊടുക്കണം. അങ്ങനെയാണ് ഈ 1500 ml വരുന്നത്. ആദ്യത്തെ 10 കിലോഗ്രാമിന്റെ ഓരോ കിലോഗ്രാമിന് 100 ml വെച്ചിട്ട് 1000 ml പ്ലസ് അതിനുശേഷം 10നും 20 10 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ ഉള്ളൂ, അല്ലെങ്കിൽ 11 മുതൽ 20 കിലോഗ്രാം വരെയുള്ള 10 കിലോഗ്രാമിന്റെ വെയിറ്റ് 10 കിലോഗ്രാമിന്റെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 50 ml വെച്ചിട്ട് 10 ഗുണം 50 500 ml. അത് രണ്ടും കൂടെ കൂട്ടി 20 കിലോഗ്രാമിന്റെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ആണ് 1500 ml പെർ ഡേ. 20 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാം വെയിറ്റിനും 20 ml വെച്ച് കൊടുക്കണം. 20 ml പെർ കിലോഗ്രാം പെർ ഡേ ഫോർ എവറി കിലോഗ്രാം മോർ ദാൻ 20. 20 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാം ബോഡി വെയിറ്റിനും 20 ml വെച്ച് കൊടുക്കണം. അപ്പൊ 25 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണെന്ന് കരുതുക. 25 കിലോഗ്രാം ആദ്യത്തെ 10 കിലോഗ്രാമിന് എത്ര കൊടുക്കണം? 10 ഗുണം 100 ദാറ്റ് ഈസ് 1000 ml കൊടുക്കണം അല്ലെ? സോറി 100 1000 ml കൊടുക്കണം. അടുത്ത 10 കിലോഗ്രാം 20 കിലോഗ്രാം ആകും. അടുത്ത 10 കിലോഗ്രാമിന് 10 ഗുണം 50 ml എന്ന കണക്കിൽ കൊടുക്കണം. 500 ml കൊടുക്കണം. അതായത് 20 കിലോഗ്രാമിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1500 ml കൊടുക്കണം. പ്ലസ് അതിനുശേഷം 25 കിലോഗ്രാം ആകുമ്പോൾ 5 കിലോഗ്രാം കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പൊ 20 ശേഷമുള്ള 5 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും കൊടുക്കേണ്ടത് 20 ml വെച്ചിട്ടാണ്. അപ്പൊ ബാക്കി എത്ര കിലോഗ്രാം ഉണ്ട്? 5 അല്ലെ? ദാറ്റ് ഇസ് 5 ഗുണം 20 ml ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് 5 ഗുണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 2 10 100 ml ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ 10 കിലോയ്ക്ക് 1000 ml കൊടുക്കണം. അടുത്ത 10 കിലോഗ്രാമിന് 500 ml കൊടുക്കണം പെർ ഡേ. അതിനുശേഷമുള്ള 5 കിലോഗ്രാമിന് 5 ഗുണം 20 100 ml കൂടിയാണ് കൊടുക്കേണ്ടി വരിക. അപ്പോ 1500 പ്ലസ് 100 1600 ml പെർ ഡേ കൊടുക്കും. കിട്ടിയോ? അപ്പൊ പെർ ഡേ ഓരോ സിനാരിയും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ആദ്യത്തെ 10ന് 100 വെച്ചെടുക്കുക, അടുത്ത 10ന് 50 വെച്ചെടുക്കുക, അതിനുശേഷം എത്ര കിലോഗ്രാം ഉണ്ടെങ്കിലും ഓരോ കിലോഗ്രാമിന് 20 ml വെച്ച് കൊടുക്കുക പെർ ഡേ. കിട്ടിയോ? ഇത് രണ്ടുമേ കോമ്പറ്റീറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കൂടെ ഇലക്ട്രോലൈറ്റ് റിക്വയർമെന്റ് കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ദാറ്റ് ഈസ് സോഡിയം റിക്വയർമെന്റ് അളവ് പറയുന്നത് 3 മില്ലി ഇക്വലൻസ് പെർ 100 ml ആണ് അല്ലെ? 100 ml ഫ്ലൂയിഡില് 3 മില്ലി ഇക്വലന്റ് സോഡിയം ഉണ്ടാകണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 100 ml 3 മില്ലി ഇക്വലൻസ് അല്ലെ 3 മില്ലി മോൾസ്. അങ്ങനെയാണെങ്കിൽ പെർ ലിറ്റർ ആകുമ്പോഴോ 1000 ml ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 3ക്ക് പകരം 30 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ എന്നായിട്ട് മാറും. 30 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ഓഫ് സോഡിയമാണ് 30 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ സോഡിയമാണ് ഫ്ലൂയിഡിൽ ആവശ്യമായിട്ട് വരിക. ഈ പൊട്ടാസ്യം റിക്വയർമെന്റ് ആണെങ്കിൽ 2 മില്ലി ഇക്വലൻസ് പെർ 100 ml ഓഫ് ഫ്ലൂയിഡ്. 100 ml ഫ്ലൂയിഡിൽ 2 മില്ലി ഇക്വലൻസ് ആണ് അടങ്ങിയിരിക്കേണ്ടത്. ഇനി 1 ലിറ്റർ ആണെങ്കിൽ 20 മില്ലി ഇക്വലൻസ്. അപ്പൊ 30യും 1 ലിറ്ററിൽ 30യും 20 പൊട്ടാസ്യം. 30 സോഡിയം 20 പൊട്ടാസ്യം ആണ്. 30 സോഡിയവും 20 പൊട്ടാസ്യം. അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഇത് കൂടാതെ ഈ ഹോളിഡേ അഗാർ ഫോർമുല വെച്ചിട്ട് നമുക്ക് കാലറി റിക്വയർമെന്റും പറയാൻ പറ്റും. കാരണം കാലറി റിക്വയർമെന്റും ഫ്ലൂയിഡ് റിക്വയർമെന്റും നമ്മൾ പറഞ്ഞ ഒരേ കണക്കാണല്ലോ. 100 ml ഫ്ലൂയിഡ് ആണെങ്കിൽ 100 ml കാലറി എന്നാണ്.
കാലറി റിക്വയർമെന്റ് പെർ ഡേയും പറയുന്നത് പെർ സെയിം തന്നെയാണ്. 0 to 10 കിലോഗ്രാം വരെയാണെങ്കിൽ 100 കിലോ കാലറി പെർ കിലോഗ്രാം പെർ ഡേ ആണ്. അല്ലെ, 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 5 × 100, ഓരോ കിലോഗ്രാമിനും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓരോ കിലോഗ്രാമിനും 100 ml ഫ്ലൂയിഡ് അല്ല ഇവിടെ വേണ്ടത്, 100 കിലോ കാലറി എനർജിയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 8 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 8 × 100, ഓരോ കിലോഗ്രാമിനും 100 വെച്ച് 8 × 100 800 കിലോ കാലറി എനർജി പെർ ഡേ ആവശ്യമാണ്. ഇനി 11നും 20നും ഇടയിലാണെങ്കിൽ ആദ്യത്തെ 10 കിലോഗ്രാം വെയിറ്റിന് 100 കിലോഗ്രാം കാലറി വെച്ചിട്ട് 10 × 100 1000 കിലോ കാലറി എനർജി ആവശ്യമാണ്. പ്ലസ് 10 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാം വെയിറ്റിനും 50 കിലോ കാലറി വെച്ചിട്ട് എനർജി ആവശ്യമാണ്. ഇപ്പൊ ഒരു 15 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്ര കിലോ കാലറി എനർജി വേണം? ആദ്യത്തെ 10 കിലോഗ്രാം വെയിറ്റിന് 1000 കിലോ കാലറി, 100 വെച്ചിട്ട് 1000 കിലോ കാലറി എനർജി വേണം. പ്ലസ് അതിനുശേഷമുള്ള ഒരു 5 കിലോഗ്രാം വെയിറ്റ്, അല്ലെ 15 ആണെങ്കിൽ 5 കിലോഗ്രാം വെയിറ്റിന് 5 × 50 കിലോ കാലറി, ഓരോ കിലോഗ്രാമിന് 50 കിലോ കാലറി വെച്ചിട്ട് 5 × 50 250 കിലോ കാലറി എനർജി കൂടി വേണം. അപ്പൊ 1000 പ്ലസ് 250 1250 കിലോ കാലറി എനർജി. ഫ്ലൂയിഡിന്റെ സെയിം തന്നെയാണ് പെർ ഡേ. മോർ ദാൻ 20 ആണെങ്കിൽ ആദ്യത്തെ 20 കിലോഗ്രാമിന്റെ 1000 പ്ലസ് പിന്നെ ഉള്ള 500, അങ്ങനെ 1500 കിലോ കാലറി. ml പകരം 1500 കിലോ കാലറി. പിന്നെ 20 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാം വെയിറ്റിനും 20 കിലോ കാലറി എനർജിയാണ് പെർ കിലോഗ്രാം വേണ്ടി വരിക. 20 കിലോയ്ക്ക് ശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 20 കിലോ കാലറി വെച്ച് എനർജി ആവശ്യമാണ്. തൊട്ട് മുന്നേ നമ്മൾ ഫ്ലൂയിഡ് റിക്വയർമെന്റ് പഠിച്ച അതേ കാര്യം തന്നെയാണ്. ml പകരം കിലോ കാലറി ആക്കിയാൽ മതി. കിട്ടിയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോളിഡേ സെഗാർ ഫോർമുല വെച്ച് പഠിക്കേണ്ടത്. ഫ്ലൂയിഡ് റിക്വയർമെന്റും കാലറി റിക്വയർമെന്റും മനസ്സിലാക്കാം, സെയിം തന്നെയാണ്. ഫ്ലൂയിഡ് റിക്വയർമെന്റ് പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 4Q1 റൂൾ ആണ്. പെർ ഡേ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 100 50 20 റൂൾ ആണ്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങളാണ് ആകെ നിങ്ങൾക്ക് അറിയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് അറിയാനായിട്ട് ഒരു 10 എക്സാം ക്വസ്റ്റ്യൻസും കൂടി ഇതിലൊന്ന് മാക്സിമം ചോദിക്കാവുന്ന ഒരു 10 ചോദ്യങ്ങൾ. ഇതുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആവും, പിന്നെ ഒന്നും ആലോചിക്കാൻ പോലും ഉണ്ടാവില്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. എ 7-year-old child weighs 50 kilogram. What is their 24-hour maintenance fluid? 1100 ml, 1900, 2100 ml, 2500 ml. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാം. 50 കിലോഗ്രാം വെയിറ്റ് ആണ് കുട്ടിക്കുള്ളത്. വാട്ട് ഈസ് ദ 24-hour മെയിൻ്റെനൻസ് ഫ്ലൂയിഡ് ആണ്. 24 മണിക്കൂർ മെയിൻ്റെനൻസ് ഫ്ലൂയിഡ്, അതായത് പെർ ഡേ. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്, അല്ലെ? പെർ ഡേ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പെർ ഡേ ഫോർമുല, ഫ്ലൂയിഡ് റിക്വയർമെന്റ് എടുക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് 100 50 20 റൂൾ ആണ്, അല്ലെ? 100 50 20 റൂൾ ആണ്. അപ്പോ 50 കിലോഗ്രാം ആണ് കുട്ടിയുടെ വെയിറ്റ്. 50 കിലോഗ്രാം. അപ്പൊ അതില് ആദ്യത്തെ 10 കിലോഗ്രാം നമ്മൾ എടുക്കണം, അല്ലെ? ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിന് 100 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ 10 കിലോഗ്രാമിന് 100 ml വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1000 ml. ഇതിനി കാണാതെ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി എഴുതുന്നുള്ളൂ കേട്ടോ. ദെൻ അടുത്ത 10 കിലോഗ്രാം. അടുത്ത 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 50 ml വെച്ചിട്ട് ഫ്ലൂയിഡ് കൊടുക്കണം. സോ 10 × 50 500 ml 500 ml. ക്ലിയർ? 100 50 20 ആണ്. അപ്പൊ ആദ്യത്തെ 10 കിലോഗ്രാം 100 വെച്ച് കൊടുത്തു 1000. അടുത്ത 10 കിലോഗ്രാം 50 വെച്ച് കൊടുത്തു 500 ml. ഇനി അടുത്ത് ബാക്കി എത്രയുള്ളത്? 50 കിലോഗ്രാമില് 30 കിലോഗ്രാം ബാക്കിയുണ്ട്. ആ 30 കിലോഗ്രാമിൽ നമുക്കറിയാം 20ന് ശേഷം എത്ര കിലോഗ്രാം ഉണ്ടെങ്കിലും ഓരോ കിലോഗ്രാമിന് 20 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെ? 20 ml വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ 30 ഗുണം ഓരോ കിലോഗ്രാം വെച്ചിട്ട് 30 കിലോഗ്രാം ടോട്ടൽ ബാക്കിയുണ്ട്. ഓരോ കിലോഗ്രാമിനും 20 ml വെച്ച് കൊടുക്കണം. സോ 30 × 20 ദാറ്റ് ഈസ് 3 × 2 6, ദാറ്റ് ഈസ് 600 ml. അപ്പോൾ മൊത്തം 50 കിലോഗ്രാം ആണ് ബോഡി വെയിറ്റ്. സോ മൊത്തം എത്ര ഫ്ലൂയിഡ് കൊടുക്കണം? 1000 1500 പ്ലസ് 600, ദാറ്റ് ഈസ് 2100 ml. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 2100 ml. കിട്ടിയോ? സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ അവർലി മെയിൻ്റെനൻസ് IV ഫ്ലൂയിഡ് റേറ്റ് ഫോർ എ 20 കിലോഗ്രാം ടോഡ്ലർ യൂസിംഗ് ദ 4-to-1 റൂൾ? സോ 4-to-1 റൂൾ നമുക്കറിയാം, പെർ അവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവർലി ആണ് ചോദിച്ചിരിക്കുന്നത്.
12 കിലോഗ്രാം ആണ് കുട്ടിയുടെ വെയിറ്റ്. 42 ml per hour, 44 ml per hour, 48 ml per hour, 52 ml per hour. അപ്പോൾ 4-1 റൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പെർ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ. കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 12 കിലോഗ്രാം ആണ് അല്ലെ, 12 കിലോഗ്രാം. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 4 ml വെച്ചിട്ട് 10 ഗുണം 4 ദാറ്റ് ഈസ് 40 ml ഫ്ലൂയിഡ് കൊടുക്കണം പെർ അവർ. ഇനി അടുത്ത് ബാക്കി എത്രയുണ്ട്? 10 കഴിഞ്ഞാൽ ബാക്കി 2 കിലോഗ്രാം കൂടി, 12 കിലോയില് ബാക്കി 2 കിലോ കൂടി ബാക്കിയുള്ളൂ. പിന്നെ വരുന്ന ഓരോ കിലോഗ്രാം 10 കിലോഗ്രാമിന് ശേഷമുള്ള 20 കിലോഗ്രാം വരെയുള്ള ഓരോ കിലോയ്ക്കും 2 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. സോ 2 ഗുണം 2 ml വെച്ചിട്ട് കൊടുക്കണം. സോ 2 ഗുണം 2 4 ml വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ 10 + 2 12 കിലോഗ്രാം ടോട്ടലായി. അങ്ങനെയാണ് ഫ്ലൂയിഡ് ടോട്ടൽ 40 + 4 44 ml ആണ് കൊടുക്കേണ്ടത്. ആൻസർ യെസ്, ഓപ്ഷൻ ബി ആണ്. 44 ml per hour ആണ് ആൻസർ. 44 ml per hour. 44 ml per hour ആണ്. ഈസി ആയില്ലേ? മൂന്നാമത്തെ ചോദ്യം. എ 12 കിലോഗ്രാം ടോഡലർ ഈസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ. ഹൗ മച്ച് ഫ്ലൂയിഡ് ഷുഡ് ദ നേഴ്സ് അഡ്മിനിസ്റ്റർ പെർ ഡേ? സോ ഇവിടെയും 12 കിലോഗ്രാം തന്നെയാണ്, പക്ഷെ പെർ ഡേ ആണ് കണ്ടുപിടിക്കേണ്ടത്. 800, 1000, 1100, 1200 ml. അപ്പോൾ ഓർക്കുക, 800, 1000 ml, 1100 ml, 1200 ml. സോ അവർലി ആണ് ക്വസ്റ്റ്യൻ, സോറി പെർ ഡേ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പെർ ഡേ വരുമ്പോൾ നമ്മുടെ റൂൾ ഏതാണ്? 100, 50, 20 റൂൾ ആണ് അല്ലെ, 20 റൂൾ ആണ്. സോ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 12 കിലോഗ്രാം ആണ്. സോ അപ്പോൾ ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 100 ml വെച്ചിട്ട് 10 കിലോഗ്രാമിന് എത്ര വരും? സോറി 10 കിലോഗ്രാമിന് 1000 ml വേണം പെർ ഡേ. പിന്നെ ബാക്കി വരുന്നത് 2 കിലോഗ്രാം കൂടിയാണ് ബാക്കിയുള്ളത്. സോ ആദ്യത്തെ 10 കിലോഗ്രാം കഴിഞ്ഞാൽ അടുത്ത 20 കിലോഗ്രാം വരെ ഓരോ കിലോഗ്രാമിനും 50 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ 2 കിലോഗ്രാം ആണ് ബാക്കിയുള്ളത്. സോ 50 ml വെച്ചിട്ട് 2 കിലോഗ്രാം ആണ് ബാക്കിയുള്ളത്. സോ 50 × 2 100 ml ആണ് ബാക്കി വരിക. സോ ടോട്ടൽ 12 കിലോഗ്രാമിന് അപ്പൊ എത്ര എടുക്കണം ബാക്കി? 1000 + 100 ദാറ്റ് ഈസ് 1100 ml. 1100 ml ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. 1100 ml. കിട്ടുന്നുണ്ടോ? 14ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ 24-hour മെയിൻ്റെനൻസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഓഫ് എ ചൈൽഡ് വെയിങ് 25 കിലോഗ്രാം. സോ 24-hour മെയിൻ്റെനൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് പെർ ഡേ ആണ്. പെർ ഡേ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ റൂൾ എന്ന് പറയുന്നത് 100, 50, 20 റൂൾ ആണ് അല്ലെ, 20 റൂൾ ആണ്. സോ ഓപ്ഷൻസ് 1500, 1600, 1750, 2000 ml. 25 കിലോഗ്രാം ആണ് കുട്ടിയുടെ വെയിറ്റ്. അപ്പൊ ക്ലിയർ ആയിട്ട് അവർക്ക് ആദ്യത്തെ 10 കിലോഗ്രാമിന് 100 ml വെച്ചിട്ട് 10 × 100 ദാറ്റ് ഈസ് 1000 ml. അടുത്ത 10 കിലോഗ്രാം 25 കിലോഗ്രാം ആണ്. സോ അടുത്ത 10 കിലോഗ്രാമിന് 50 ml വെച്ചിട്ട് 10 × 50 ml ദാറ്റ് ഈസ് 500 ml. ദെൻ 20 കിലോഗ്രാം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 25-ല് 5 കിലോഗ്രാം ആണ്. സോ 5 കിലോഗ്രാം ഓരോ കിലോഗ്രാം 20 കിലോഗ്രാമിന് ശേഷമുള്ള ഓരോ കിലോഗ്രാമിനും 20 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. സോ 5 × 20 ml ദാറ്റ് ഈസ് 5 × 2 10 അല്ലെ. അപ്പൊ 100 ml കൂടിയാണ് വേണ്ടി വരിക ബാക്കി. ക്ലിയർ അല്ലേ? 10 + 10 20, 25 കിലോഗ്രാം ആയി. ഫ്ലൂയിഡ് 1000, 1500, 1600 ടോട്ടൽ പെർ ഡേ 1600 ml ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. കിട്ടിയോ എല്ലാവർക്കും? വളരെ സിമ്പിൾ അല്ലേ? ഇപ്പോ 1600 ml ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 5ാമത്തെ ചോദ്യം. ഇഫ് എ ബേബി ഈസ് അറ്റ് 9 കിലോഗ്രാം, വാട്ട് ഈസ് ദ ഫ്ലൂയിഡ് മെയിൻ്റെനൻസ് റിക്വയർമെന്റ് നീഡഡ് ഇൻ എ ഡേ? 450 ml, 900 ml, 1800 ml, 9000 ml. What is the fluid requirement needed in a day? Per day ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് 100, 50, 20 റൂൾ ആണ്. കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 9 കിലോഗ്രാം ആണ് അല്ലെ. 9 കിലോഗ്രാം. 9 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറി, അതായത് 10 കിലോയിൽ താഴെയാണ്. സോ 10 കിലോയിൽ താഴെയാണെങ്കിൽ ഓരോ കിലോഗ്രാമിനും 100 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. സോ 9 × 100 ദാറ്റ് ഇസ് 900 ml ആണ് കൊടുക്കേണ്ടത് പെർ ഡേ. സോ 900 ml പെർ ഡേ ആണ് കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? യെസ്, ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. 6ാമത്തെ ചോദ്യം. ഫോർ 80 കിലോഗ്രാം പേഷ്യന്റ്, വാട്ട് ഈസ് ദ മെയിൻ്റെനൻസ് ഫ്ലൂയിഡ് ഇൻ ml per hour? 60 ml, 120 ml, 80 ml, 160 ml. പെർ അവർ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ പെർ അവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4-1 റൂൾ ആണ്. 4-1. പേഷ്യന്റ് വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോഗ്രാം ആണ് അല്ലെ. 80 കിലോഗ്രാം. ഇപ്പോൾ ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും
4 ml വെച്ചിട്ട് 10 കിലോഗ്രാം, ദാറ്റ് ഇസ് 40 ml. അടുത്ത 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 2 ml വെച്ചിട്ട് 10 കിലോഗ്രാമിന് 20 ml. അതിനുശേഷം 80 കിലോഗ്രാമിൽ 20 കിലോഗ്രാം പോയി കഴിഞ്ഞാൽ 20 കിലോഗ്രാമിന് ശേഷം ബാക്കി 60 കിലോഗ്രാം ഉണ്ട്. ഈ 60 കിലോഗ്രാമിനും 20 കിലോഗ്രാമിനും മുകളിലുള്ള ഓരോ കിലോഗ്രാമിനും എത്രയാ കൊടുക്കേണ്ടത്? 1 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 60 കിലോഗ്രാമിന് 1 ml വെച്ചിട്ട് 60 ഗുണം 1, ദാറ്റ് ഈസ് 60 ml ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ടോട്ടൽ 60, 20, 80 കിലോഗ്രാമിന് ടോട്ടൽ എത്ര ഫ്ലൂയിഡ് കൊടുക്കണം? 40, 20, 60, 60 പ്ലസ് 60, ദാറ്റ് ഈസ് ടോട്ടൽ 120 ml. കിട്ടിയോ? സോ 120 ml ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 120. വളരെ സിമ്പിൾ ആണ്. ആദ്യം 4 ml വെച്ച് 10 കിലോഗ്രാമിന് എടുക്കുക. അടുത്ത 10 കിലോഗ്രാമിന് 2 ml വെച്ചിട്ട് എടുക്കുക ഓരോ കിലോഗ്രാമിനും. പിന്നെ ബാക്കി എത്ര വന്നാലും 1 ml വെച്ച്. ക്ലിയർ? ഏഴാമത്തെ ചോദ്യം. A 20 kilogram boy needs fluid according to Holiday-Segar formula. How much fluid should be given? 40 ml per hour, 60 ml per hour, 80 ml per hour, 100 ml per hour ആണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് 4-1 റൂൾ ആണ്. ml per hour അല്ലേ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് 20 കിലോഗ്രാം ആണ്, 20 കിലോഗ്രാം. അപ്പോൾ ആദ്യത്തെ 10 കിലോഗ്രാമിന് എത്ര കൊടുക്കണം? 4 ml വെച്ചിട്ട് 10 കിലോഗ്രാമിന് 40 ml. അടുത്ത 10 കിലോഗ്രാം അല്ല 20 പിന്നെ ഒരു 10 കിലോഗ്രാം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സോ അടുത്ത 10 കിലോഗ്രാമിന് 2 ml വെച്ചിട്ട് 2 ഗുണം 10, ദാറ്റ് ഇസ് 20 ml. അപ്പൊ ടോട്ടൽ 20 കിലോഗ്രാമിന് 40, 20, 60 ml കൊടുക്കും. ദാറ്റ് ഇസ് 60 ml, 60 ml per hour ആണ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ക്ലിയർ ആയിട്ട് മനസ്സിലായി എങ്ങനെയാണ് പെർ അവറും പെർ ഡേയും കണ്ടുപിടിക്കേണ്ടത്? മനസ്സിലായല്ലോ. കാലറി ആണെങ്കിലും സെയിം തന്നെയാണ്, പെർ ഡേയുടെ അതേ ഇതിൽ തന്നെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പൊട്ടാസ്യം റിക്വയർമെന്റ് അക്കോർഡിംഗ് ടു ദ ഹോളിഡേ-സെഗാർ മെത്തഡ്? 10 milli-equivalents per liter, 20 milli-equivalents per liter, 30 milli-equivalents per liter and 40 milli-equivalents per liter. പൊട്ടാസ്യത്തിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ പൊട്ടാസ്യം റിക്വയർമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് 2 milli-equivalents per 100 ml ആണ്, അല്ലെങ്കിൽ 20 milli-equivalents per liter ആണ്. അല്ലെ സോഡിയം ആണെങ്കിൽ 30 milli-equivalents per liter. സോ ഇവിടെ ആൻസർ 20 milli-equivalents per liter. സോഡിയം ആയിരുന്നെങ്കിൽ 30 milli-equivalents per liter ആണ് ആൻസർ. കിട്ടിയോ? Then ninth question. The Holiday-Segar formula is based on which of the following? Body surface area, caloric expenditure, age in months, serum sodium level. ഏതാണ്? caloric expenditure ആണ്, അല്ലെ എനർജി എക്സ്പെൻഡിച്ചർ. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. When can the Holiday-Segar method not be used? Children over 1 month, children weighing less than 20 kilogram, neonates under 2 weeks old, during fever. ഏത് കണ്ടീഷനിലാണ് ഹോളിഡേ-സെഗർ മെത്തഡ് യൂസ് ചെയ്യാത്തതെന്നുള്ളതാണല്ലേ. ഏതാണ്? നിയോനേറ്റ്സ് അണ്ടർ 2 weeks ആണല്ലേ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് എവിടെയൊക്കെയാണ് ഹോളിഡേ-സെഗർ ഫോർമുല യൂസ് ചെയ്യാത്തതുള്ളത്. ദാറ്റ് ഇസ് നിയോനേറ്റ് അണ്ടർ 2 weeks, അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിലാണ് മെയിൻലി യൂസ് ചെയ്യാത്തത് കേട്ടോ. സോ 10 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഹോളിഡേ-സെഗർ ഫോർമുല പെർ അവർ കാൽക്കുലേറ്റ് 4-1 റൂൾ, പെർ ഡേ കാൽക്കുലേറ്റ് ചെയ്യാൻ 100, 50, 20 റൂൾ, അതുപോലെ എനർജി കാൽക്കുലേഷൻ, എനർജി കാലറി റിക്വയർമെന്റ് പെർ ഡേ 100, 50, 20 റൂൾ. മൂന്നും ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മുടെ ശരിക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകും. ആ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ ഇത് വന്നത് അല്ലേ. യെസ്, എക്സാമിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ടോട്ടൽ ഡെയിലി മെയിൻ്റനൻസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഓഫ് എ ചൈൽഡ് വെയിങ് 15 kilogram യൂസിംഗ് ദ ഹോളിഡേ-സെഗാർ ഫോർമുല? 1250 ml, 1500 ml, 1000 ml, 1750 ml. സോ ഡെയിലി മെയിൻ്റനൻസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമുക്കറിയാം റൂൾ എന്ന് പറഞ്ഞാൽ ഡെയിലി റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ 100, 50, 20 റൂൾ ആണ് അല്ലെ. 20 റൂളാണ്. ഇനി വെയിറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് കുട്ടിയുടേത് 15 കിലോഗ്രാം ആണ്. ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 100 ml വെച്ചിട്ട്, ആദ്യത്തെ 10 കിലോഗ്രാമിന് ഓരോ കിലോഗ്രാമിനും 100 ml വെച്ചിട്ട്, ദാറ്റ് ഇസ് 1000 ml. അതിനുശേഷം ബാക്കിയുള്ള 15 ഉള്ളൂ അല്ലെ. അപ്പൊ അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പേഷ്യന്റ് വരുന്നത്. ദാറ്റ് ഇസ് 5 കിലോഗ്രാം കൂടി എക്സ്ട്രാ ഉണ്ട്. 10 കഴിഞ്ഞാൽ പിന്നെ 5 കിലോഗ്രാം. 10 കഴിഞ്ഞിട്ടുള്ള 5 കിലോഗ്രാം ആണെങ്കിൽ ഓരോ 10 കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോഗ്രാമിനും 50 ml വെച്ച് കൊടുക്കണം. ദാറ്റ് ഇസ് 5 into 50 ml കൊടുക്കണം. ദാറ്റ് ഇസ് 5 × 5 25, ദാറ്റ് ഇസ് 250 ml. 15 കിലോഗ്രാമിന് ടോട്ടൽ എത്ര ഫ്ലൂയിഡ് കൊടുക്കണം? 1000 + 250,
1250 ml. 1250 ml. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഇത് പഠിച്ചിട്ട് ആർക്കെങ്കിലും ഈ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാത്തവരുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണോ? ക്ലിയർ ആയിട്ട് എല്ലാം മനസ്സിലായോ? നീ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യോ? അത് മീൻസ് നോർസെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BTSC ആയിക്കോട്ടെ, നേഴ്സിംഗ് ട്യൂട്ടർ ആയിക്കോട്ടെ, ചെയ്യാൻ പറ്റുമോ? അപ്പൊ നന്നായിട്ട് പഠിക്കുക. ആ 3 ഫോർമുലകളും അത് ബേസിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇത് മറന്നു പോകത്തില്ല. സോ നമ്മുടെ എയിംസ് നോർസെറ്റ് 10 and 11 എക്സാമിനായിട്ടുള്ള ലോങ് ടൈം ബാച്ചുകളുടെ ക്ലാസ്സുകൾ പുതിയൊരു ബാച്ച് നമ്മൾ February 12 ആരംഭിക്കുകയാണ്. സോ നിങ്ങൾ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാം ആണ്. കാരണം ഇത് കൂടാതെ അടുത്ത ശ്രീജിത്രയും നിംഹാൻസും എല്ലാം ഉടൻ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സെൻട്രൽ എക്സാമുകളിലും. സോ ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അതുകൂടെ നമ്മുടെ DHS സ്റ്റാഫ് നേഴ്സ് PSCയുടെ ലോങ് ടൈം ബാച്ച് 4ാമത്തെ ബാച്ച് നമ്മൾ February 12 ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ ഇനി സമയം പാഴാക്കരുത്. നിങ്ങളുടെ DME ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞവര് ഇനി സമയം പാഴാക്കാതെ അടുത്ത DHS എക്സാം കൂടി നല്ല റാങ്കുകൾ മേടിച്ച് അതിൽ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ഇനിയുള്ള സമയം പ്രിപ്പയർ അതും കൂടി നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. DME ഇന്റർവ്യൂ നടക്കുന്നവർ ഇനി കഴിയാനുള്ള ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് വന്ന് പഠിച്ചാൽ മതി. ഇനിയും ലേറ്റ് ആവരുത്. ഈ ബാച്ചിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ഈ സമയമുണ്ട്. സോ ടൈം പാഴാക്കാതെ എത്രയും വേഗം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സോ നിങ്ങളുടെ ഈ ഒരു വർഷം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകുന്നത്. സോ മാക്സിമം പ്രയോജനപ്പെടുത്തി നേരത്തെ പഠിച്ചു തുടങ്ങുക. എല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കരുത്. ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ വിജയിക്കാൻ ഇനിയുള്ള എക്സാമ്പിൾ കഴിയത്തില്ല. നേരത്തെ പഠിച്ച് തീർത്ത് വെക്കുക. അതിനുശേഷം പൂർണ്ണമായിട്ട് റിവിഷനും മോഡൽ എക്സാമുകളും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് മാത്രമേ ഇനി ചെയ്യാവൂ. സോ എത്രയും വേഗം ഇനിയും സമയം പാഴാക്കാതെ ആരെങ്കിലും പഠിച്ചു തുടങ്ങാനായിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി ഒട്ടും സമയം പാഴാക്കരുത് കേട്ടോ. നിങ്ങൾ ഏതാണോ എക്സാം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതിൽ തന്നെ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് പഠിക്കുക. അതിന്റെ ടൈമും അതിന്റെ സിലബസും എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനൊക്കെ ഉണ്ടോ ഇതെല്ലാം പൂർണ്ണമായിട്ട് പഠിച്ച് തന്നെ റെഡിയാവുക. അത്ര വലിയ എക്സാമുകളാണ്. സോ നിങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. സോ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കുകയാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാത്രമല്ല കേരള PSC സ്റ്റാഫ് നേഴ്സ് നേഴ്സിംഗ് ഏത് എക്സാം ആയിക്കോട്ടെ, കാരണം നിങ്ങൾക്ക് ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ടോപ്പിക്കിൽ തന്നെയാണ്. നോൺ നേഴ്സിംഗ് ആയിട്ട് സബ്ജക്റ്റിൽ കൂടി ഇവിടെ ക്ലാസ്സിൽ ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇമേജ് ബേസ്ഡ് ഉള്ള കാര്യങ്ങളും കൂടിയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് തന്നെയാണ്. സോ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മുടെ പുതിയ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഉറപ്പായിട്ട് വന്ന് റെഫർ ചെയ്യുക. അവരോട് ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്താൻ പറയുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഉറപ്പായിട്ടും അതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകളായിട്ടും NCLEX ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതിലെ PYQ സീരീസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ അതിന്റെ ഫസ്റ്റ് ക്ലാസ് ഇത് തുടക്കമാണ്. ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകളും ഓറിയന്റേഷൻ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. വലിയ വലിയ ലക്ഷ്യങ്ങൾ ചെറിയ ANM JPHN നിന്ന് സ്റ്റാഫ് നേഴ്സ്, അടുത്ത നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ സെൻട്രൽ എക്സാമുകൾ വലിയ എത്താൻ പറ്റുന്ന മാക്സിമം ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം. സമയം പാഴാക്കരുത്. ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിജയം ഉറപ്പായിട്ട് നമുക്ക് എത്തുക തന്നെ ചെയ്യും. ഒരു ഡൗട്ടും ആർക്കും വേണ്ട. നമ്മൾ പഠിച്ചാൽ നമുക്ക് തന്നെ കിട്ടുള്ളൂ. അതിൽ ഒരു ഡൗട്ടും ആർക്കും വേണ്ട. നമ്മുടെ കഴിവിൽ ആർക്കും വിശ്വാസക്കുറവ് വേണ്ട. നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് പഠിക്കാൻ തയ്യാറാണോ ഉറപ്പായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചെഴുതുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയാനും ചെയ്യും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്.